നിക്ഷേപകർക്ക് പണമായി തന്നെ ഡിവിഡൻഡ് വിതരണം ചെയ്യാൻ സാധിക്കാത്ത അവസരങ്ങളിൽ കമ്പനിയുടെ പക്കലുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി വിനിയോഗം ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് ഇഷ്യൂ. നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപയുടെ കൈവശമുള്ള ഓഹരിയുടെ നിശ്ചിത അനുപാതത്തിലാകും ഈ അധിക ഓഹരികൾ സൗജന്യമായി കൈമാറുക. അതിനാൽ ബോണസ് ഇഷ്യൂവിനെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചുരുക്കത്തിൽ കമ്പനിയിൽ നിന്നും ഓഹരികളെ തേടിയെത്തുന്ന പാരിതോഷികമാണ് ബോണസ് ഇഷ്യൂ എന്ന് സാരം. പുതിയ വ്യാപാര ആഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ കൈമാറുന്ന 2 ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം KBC ഗ്ലോബൽ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിർമ്മാണം, വികസനം, എഞ്ചിനീയറിംഗ് ജോലികളുടെ സിവിൽ കോൺട്രാക്റ്റുകളും അനുബന്ധ സേവനങ്ങളും നൽകുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് KBC ഗ്ലോബൽ ലിമിറ്റഡ്. ഈ ഓഹരിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ആരോഗ്യകരമായ നിലവാരത്തിലല്ല ഉള്ളത്. പ്രൊമോട്ടറിന് 1% താഴെ മാത്രമാണ് ഓഹരി വീതം ഇപ്പോഴും ഉള്ളത്. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 277 കോടി രൂപയാകുന്നു. BSEയിൽ ട്രേഡ് ടു ട്രേഡ് വിഭാഗത്തിലാണ് KBC ഗ്ലോബൽ ഓഹരിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലെ കമ്പനിയുടെ പ്രവർത്തന ഫലം പ്രസിദ്ധീകരിച്ച സെപ്റ്റംബർ പാദത്തിലായിരുന്നു. അത്തവണ കമ്പനിയുടെ വരുമാനമായി 6 കോടി 20 ലക്ഷം രൂപയും പ്രവർത്തനങ്ങളിൽ നിന്നും 43 ലക്ഷം രൂപയുടെ നഷ്ടം നേരിടുന്നുവെന്നായിരുന്നു KBC ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഓഹരിയുടെ വിപണി വിലയേക്കാളും ഉയർന്ന നിലയിലാണ് പ്രതി ഓഹരി ബുക്ക് വാല്യൂവായി രേഖപ്പെടുത്തുന്നതെന്ന് ശ്രദ്ധേയമാണ്. നിലവിൽ 1 രൂപ 6 പൈസയിലാണ് KBC ഗ്ലോബൽ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. എന്നാൽ പ്രതി ഓഹരി ബുക്ക് വാല്യൂ 3.25 രൂപയായാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം മാർച്ച് മാസത്തിലെ അവസാന വ്യാപാരാഴ്ച നിക്ഷേപകർക്കായി ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് കമ്പനി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 1:1 അനുപാതത്തിലായിരിക്കും ബോണസ് ഷെയർ അനുവദിക്കുക. അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ KBC ഗ്ലോബൽ ഓഹരിക്കും അധികമായി ഒരു സൗജന്യ ഓഹരി വീതം ലഭിക്കുന്ന സാരം. ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി മാർച്ച് 28 നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 2021 ജൂലൈയിൽ 4:1 അനുപാതത്തിലും KBC ഗ്ലോബൽ ബോണസ് ഇഷ്യൂ ചെയ്തിരുന്നു. അതുപോലെ 2020-21 വർഷങ്ങളിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും നടപ്പാക്കിയിട്ടുണ്ട്. രണ്ടാമതായി ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സ്. പേപ്പർ, വേസ്റ്റ് പേപ്പർ, വുഡ് പൾപ്പ് എന്നിവയുടെ വ്യാപാരത്തിൽ ശ്രദ്ധയൊന്നിരിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സ് ലിമിറ്റഡ്. പ്രൊമോട്ടർ കൈവശം 47%-ലധികം ഓഹരികൾ സ്വന്തമായുണ്ട്. കഴിഞ്ഞ 3 വർഷമായി നിക്ഷേപകർക്ക് ലാഭവിഹിതവും നൽകുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ കമ്പനി നേടിയ വരുമാനം 69 കോടി രൂപയും മറ്റാദായം 2.5 കോടി രൂപയുമാണ്. ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സിൻ്റെ നിലവിലെ വിപണി മൂല്യം 98 കോടി രൂപയാകുന്നു. അതേസമയം മാർച്ചിലെ അവസാന വ്യാപാരാഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് കമ്പനി നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് 1:1 അനുപാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യും. അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സ് ഓഹരിക്കും വീതം അധികമായി ഒരു സൗജന്യ ഓഹരി കൂടി ലഭിക്കുമെന്ന് സാരം. ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതി മാർച്ച് 26 ആകുന്നു. നിലവിൽ 250 രൂപ നിലവാരത്തിലാണ് ധനലക്ഷ്മി റോട്ടോ സ്പിന്നേഴ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഡിസ്ക്ലെയിമർ. മേലെ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഈ ടീമിലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.